ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു അടിപൊളി സ്നാക്കാണ് എഗ് സാൻഡ്വിച്ച് ബൈറ്റ്സ്. വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അധികം സമയമൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നല്ല ക്രിസ്പിയും ക്രഞ്ചിയുമാണ്. വെൽക്കം ബാക്ക് ടു റീനാസ് ടേസ്റ്റി റെസിപ്പീസ്. കാണാൻ നല്ലൊരു ലുക്കാണ്. ഡാർക്ക് ബ്രൗണിൽ സെസാം, വെളുത്ത എള്ള് പതിപ്പിച്ച് നല്ല മണി പോലത്തെ ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അധികം സമയമൊന്നുമില്ലാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ തീർച്ചയായും എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഇതിന് ഞാൻ കാടമുട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2-3 സ്നാക്കൊക്കെ കഴിക്കാൻ കുഴപ്പമുണ്ടാകുകയില്ല. പ്ലേറ്റിൽ നിരത്തി വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. താനെ നമ്മളെടുത്ത് കഴിക്കും. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമാണ്. ഇതിനായി 1 കപ്പ് മൈദ, 250 ഗ്രാമിൻ്റെ കപ്പാണ് മൈദ. നന്നായി സീവ് ചെയ്ത് കട്ടയും പൊടിയെല്ലാം നീക്കി കളഞ്ഞെടുക്കുക. 1 കപ്പ് മൈദ ഉണ്ടെങ്കിൽ ഒരു 8-10 വേണമെങ്കിൽ ഉണ്ടാക്കാം. ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ടുണ്ട്. ഇനി ഈ കൂട്ടിലേക്ക് ആവശ്യമായത് കുറച്ച് ഓയിലാണ്. 1 ടേബിൾ സ്പൂൺ ഓയിൽ, കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. സൺഫ്ലവറാണ് ഉത്തമം. അതിനുശേഷം ഒരു സ്വല്പം ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പാല് കുറേശ്ശെ ഒഴിച്ച് ഇത് നന്നായി കുഴയ്ക്കുക. കൈ കൊണ്ട് കുഴച്ച് കട്ടെല്ലാം ഉടച്ച് ഒരു 2-3 മിനിറ്റെങ്കിലും നന്നായി കുഴച്ച് ഇത് ചെറിയ ബൗളാക്കി എടുക്കുക. അതിനുശേഷം സ്വല്പം ഓയിൽ കയ്യിലൊഴിച്ച് എല്ലായിടത്തും ആക്കി അടച്ച് വയ്ക്കുക. ഫെർമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി 2-3 മണിക്കൂർ വയ്ക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കോട്ടിംഗ് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ 250 ഗ്രാമിൻ്റെ പൊടി 2 ബോളായിട്ട് എടുത്തിട്ട് അത് പതുക്കെ 2ആക്കി ഷേപ്പ് ചെയ്തിട്ട് പാലിൽ കുതിർത്തി, പാലിൽ ജസ്റ്റ് ഒന്ന് കുതിർത്തണ്ട, ഡിപ്പ് ചെയ്തിട്ട് ഭംഗിക്ക് വേണ്ടി വൈറ്റ് സെസാമം, വെളുത്ത എള്ള് ഫ്രൈ ചെയ്തതിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. പരത്തുമ്പോൾ അകന്നു പോകും. അതുകൊണ്ട് നല്ല ഭംഗി കിട്ടണമെങ്കിൽ നന്നായിട്ട് തിക്കായി 2 സൈഡും അരികും എല്ലാം നന്നായി തിക്കായി എള്ള് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചപ്പാത്തി പലകയിൽ വെച്ച് സ്വല്പം പൊടിയിട്ട് ചെറുതായി പരത്തിയെടുക്കാം. തീരെ കനം കുറയ്ക്കേണ്ട, നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് സാവകാശം പരത്തി ഷേപ്പ് ചെയ്ത് 4ആക്കി കട്ട് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് പരത്തിയെടുക്കാവുന്നതാണ്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഒട്ടും കനം കുറയ്ക്കണമൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം സൈസ് ഒരു ചപ്പാത്തിയുടെ സൈസായിട്ടുണ്ട്. ഇനി ഇത് 4ആക്കി കട്ട് ചെയ്ത് നന്നായി ചൂടാക്കി എണ്ണയിലേക്കിട്ട് വറുത്ത് കോരാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായി ശേഷം ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ഉള്ളു വേവാനുള്ളതാണ്. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല ലൈറ്റ് ടു ഡാർക്ക് ബ്രൗൺ, ഒരുവിധം ബ്രൗൺ നിറമാകുന്നതുവരെ തിരിച്ചും മറിച്ചിട്ട് വറുത്ത് കോരിയെടുക്കുക. അത്യാവശ്യം പൊന്തി വരും. അപ്പോൾ നമുക്കത് മുറിക്കാനായിട്ടും എളുപ്പമാണ്. ഇപ്പോൾ 1-2 വേവായി തുടങ്ങിയിട്ടുണ്ട്.
ഒന്നും കൂടി മൂത്ത് കഴിയുമ്പോൾ നമുക്കത് എടുക്കാവുന്നതാണ്. നല്ലൊരു ഡാർക്ക് ബ്രൗണായി ഓരോന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. അടുത്ത സെറ്റ് ഇതുപോലെ തന്നെ വറുത്ത് കോരുക. അതിനുശേഷം കുറച്ച് ചൂടാറി കഴിയുമ്പോൾ ഇത് വീതി കൂടിയ സൈഡ് പതുക്കെ പൊളിച്ചാൽ നല്ലൊരു ഗ്യാപ്പ് കാണുന്നതാണ്. ഈ ഗ്യാപ്പിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെക്കാവുന്നതാണ്. ഞാനിവിടെ സബോള, സ്പ്രിംഗ് അണിയൻ, സബോള, ടൊമാറ്റോ പതുക്കെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയിലിട്ട് വാട്ടി അതിനകത്തേക്ക് സ്വല്പം ഉപ്പും കുരുമുളക് പൊടിയും വിതറി അങ്ങനെയാണ് ഫില്ലിങ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ആദ്യമേ തന്നെ കുറച്ച് മയണൈസ് സോസ് സ്പ്രെഡ് ചെയ്ത് ഒരു ലെറ്റ്യൂസിൻ്റെ ലീഫ് ഭംഗിക്ക് വേണ്ടി വെച്ച് ഫില്ല് ചെയ്ത് എല്ലാത്തിനകത്തേക്കും കാടമുട്ട ബോയിൽ ചെയ്ത് പുഴുങ്ങി തൊണ്ട് കളഞ്ഞ കാടമുട്ട ഫില്ല് ചെയ്ത് ഭംഗിയായി ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഫില്ലിംഗ് എല്ലാം അവരുടെ ഇഷ്ടം പോലെ ഭംഗിയാക്കി ചെയ്യാവുന്നതാണ്. ക്യാപ്സിക്കോ ക്യാബേജോ എന്ത് വേണമെങ്കിലും ഇടാം. അത് നല്ല ഭംഗിയായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ വിരുന്നുകാരെയൊക്കെ നമുക്ക് ഞെട്ടിച്ച് എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. നല്ലൊരു സ്നാക്കാണ്. നല്ല ക്രഞ്ചിയും ക്രിസ്പിയുമായ സ്നാക്കാണ്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുവാനും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.